മാപ്പാളെ കൊണ്ട് പെണ്ണടിച്ചാൽ മതി കഴിക്കണം. എന്താണ് കാട്ടില്? ഈ റോട്ടിലൊക്കെ വയസ്സായ ആളല്ലേ, എന്താണ് നിങ്ങൾ കാട്ടില്? നിങ്ങൾക്ക് എന്താണ് തണ്ടും തടി അങ്ങനെ തല്ലാന്? എന്താണ് പ്രായമുള്ള ആളിട്ടാ തല്ലിയത്? തണ്ട ചെയ്ത പണിക്കേ ഇതൊന്നും പോരാ. എന്തൊക്കെ ഇനിയും കൊടുക്കും ഞങ്ങള്. തച്ചു കൊല്ലാനാണ് വേണ്ടത്. അല്ലാഹ് പടച്ചോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ റബ്ബേ, കാക്ക റബ്ബേ കാക്ക. ഇവിടെ ആരും ഇല്ലേ? കാദീജുവാ, കാദീജുവാ, ഇവിടെ ഇല്ലേ? കാദീജുവാ, ഇവിടെ ആളില്ല. അടച്ചോനെ, കാദീജുവാ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എവിടേക്കും പോയിട്ടില്ല. പോക്കും വരവൊക്കെ ഇങ്ങക്കല്ലേ. എന്താടി ഇങ്ങനൊക്കെ പറയണ്ട്? എന്താ എനിക്ക് പറ്റിയത്? ഒരർത്ഥം വെച്ച വർത്താനം പറയണ്ട്. ഇച്ചൊത്തും പറ്റിയിട്ടില്ല. 10-55 കൊല്ലേ നമ്മൾ ഒരുമിച്ച് കഴിഞ്ഞിട്ടേ നിങ്ങൾ ഈ കാട്ടില് കാട്ടുന്നുള്ള ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല. ഒന്നുമില്ല, ഈ 4 മക്കളില്ലേ നമുക്ക്. ആ ഒരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായോ? എടി, അതങ്ങനെയാണ് പറ്റിപ്പോയി. ഇജാണ് ക്ഷമിച്ചാളാ. അനക്ക് ഇവിടെ ഒരു കുറവും ഉണ്ടാവില്ല. വേണ്ടതൊക്കെ ഞാൻ ആദ്യത്തെ പോലെ തന്നെ ചെയ്യും. ഞാനാ പറയേണ്ടത്. ഇച്ച അങ്ങനെ ശ്രമിച്ചാനൊന്നും പറ്റൂല. ഇച്ച എന്റെ ഉപ്പയും മരിച്ചിട്ടുള്ളൂ. എന്റെ ആങ്ങളാരുണ്ട്, ഓരോടുണ്ട് ഞാൻ വർത്താനം പറഞ്ഞിട്ട്. ഇനി ഓരോ തീരുമാനിച്ചോളും ബാക്കി എന്താ മാണ്ടി വെച്ചാന്ന്. അജ്ജേ, എന്തിനാ ഓലോടൊക്കെ പറയാൻ പോയത്? എന്തിനാ അതിന്റെ ആവശ്യം? ഈ നിസാര കാര്യം ഇപ്പൊ കുഞ്ഞുമോനും കുഞ്ഞിപ്പും പോയി കണ്ട ആ ബീരാനെ പോയി തച്ചക്കണു. അതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഓങ്ങളെന്തേലും കാട്ടിയോ ഓനെ പോയി തല്ലാന്? ഓനെങ്ങാനും കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലേ വയസ്സായ ഒരു മനുഷ്യനാണ്, ജാമ്യം കൂടി കിട്ടൂല അവർക്ക്. ബീരാനല്ലേ നിങ്ങളെ കൊണ്ട് പെണ്ണെട്ടിച്ചത്? ഓരോ തല്ലാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഏത് മക്കളായാലും ഈറടിച്ചാതക്കുവോ? എന്നാലും എന്റെ മനസ്സാ 10-55 കൊല്ലം ഞങ്ങളൊപ്പം നിന്നില്ലേ. എന്നിട്ട് ഇപ്പോഴാണല്ലോ നിങ്ങൾക്ക് മൊഞ്ചില്ലായില്ല, എന്റെ നിറമില്ലാത്തൊക്കെ കാണാൻ തോന്നിയതില്ലേ. ചൊറുക്കുള്ള പെണ്ണിനെ കണ്ടപ്പോ അത് ചാടിങ്ങള്. ഇത്രക്കൊന്നും നിങ്ങളെ ഞാൻ വിചാരിച്ചിട്ടില്ല. എന്റെ മരണം വരെ നിങ്ങൾ തന്നെ എന്റെ കൂടെ ഉണ്ടാകുള്ളൂ തന്നെ ഞാൻ വിചാരിച്ചിട്ട്. ഇഞ്ചി നൊളോളിച്ചൊന്നും വേണ്ടടി. നമ്മള് പഴയ കഴിഞ്ഞ മായി തന്നെ ഇനിയും കഴിച്ചു. അന്നെ ഞാൻ പൊന്നുപോലെ നോക്കും. ഇച്ച് നല്ലോണം പഴിച്ചിട്ടുണ്ട്. ഇജ്ജ് കഞ്ഞിട്ടേയും കുറച്ച് കഞ്ഞെടുത്താ. വെറുതെ കണ്ണി കണ്ടോലെ അടിയൊക്കെ വീർച്ച് നിൽക്കാണ്ടേ ഇച്ച് പണി ഉണ്ടാക്കാന്. ഈ കജിന്റെ പറക്കൊക്കെ കഴിഞ്ഞ കുറച്ച് ചൂട് വേണം, എന്നാലാണ് നീരൊക്കെ പോകുള്ളൂ. ആ ചെറുക്കന്മാരെ പേരില് കേസ് കൊടുക്കണം. മാനു ഇവിടെ വന്നേനു. ഒന്നുമില്ലെങ്കിൽ ഓലെ വാപ്പാന്റെ പ്രായമില്ല ഞങ്ങക്ക്. മാനോട് ആ കാര്യം പറഞ്ഞോടി. അതൊന്നും വേണ്ട. ആ കുട്ടികള് നമ്മളെ കുട്ടികളെ മാർക്കന്നല്ല. ഓല അറിവില്ലായിട്ട് ചെയ്തല്ലേ. കേസിനും വക്കാനത്തിനൊന്നും പോണ്ട. നിങ്ങളൊന്നാ അതും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നോളി. എന്താ മക്കള് വാപ്പാരെ തല്ലുവോ? മക്കളെ പോലെയാണേന്ന് അറിഞ്ഞിക്കൊണ്ട് കൊറേയൊക്കെ അങ്ങോട്ട് നീലച്ചക്കണു. നിങ്ങളെ ആസ്പത്രിയിൽ തന്ന മരുന്ന് കുടിച്ചിട്ടില്ലേ? ഞാൻ കുടിച്ചിട്ടുണ്ടടി. തേക്കാനൊന്നും ഓല് തന്നിട്ടില്ലേ? ആ അതില് ആ മൂവ് അത് തേക്കാനാണ്, ചതവാണെന്നാ പറഞ്ഞത്. ഇതൊക്കെ ആ ആലിന്റെ പണിയേക്കാരം. ഓ 2 പെണ്ണും വെട്ടിക്കാണ്ടേ ഓന്റെ മക്കൾ നിങ്ങളെ തല്ലാനും നടക്കണു. അതെ ആലി പറഞ്ഞ് നടക്കാണ്. കുട്ടികളെ മുപ്പിച്ചിക്കാണ്ട് ഓരോന്ന് പറയാനുമില്ല. ഏത് നേരം നിങ്ങൾ ആലിന്റെ പിന്നാലെ തന്നെയാണ്. നിങ്ങളേറ്റ് കെട്ടിച്ചു കൊടുക്കണ ആലിക്ക്? ഞാൻ നബീസു ആലിക്ക് പെണ്ണൊന്നും കെട്ടിച്ചു കൊടുത്തിട്ടില്ല. എനിക്കിപ്പോൾ ഇനിയും വിശ്വാസമില്ല. ഞാൻ അത് അറിഞ്ഞിട്ട് കൂടില്ല.
ഞാൻ അറിയാത്തൊരു സംഗതിയാണ് ഇത്. അതിപ്പോ ഒന്നും പറഞ്ഞിട്ട് ഇപ്പൊ കാര്യമില്ല. നിങ്ങൾക്ക് കിട്ടാള് കിട്ടി. നിങ്ങൾക്ക് എന്നാ അതൊക്കെ ആ ചെക്കന്മാരോടൊന്നും പറഞ്ഞുകൂടേനാ ഈ അടി ഇങ്ങനെ മേടിച്ചുമ്പോ. പൊന്നാര് നബീസോ, ഓല് വന്ന് തല്ലുമ്പോ ഞാൻ ഇങ്ങനെ ഓലോട് പറയല്ലേ, നിങ്ങളെ വാപ്പാനെ കൊണ്ട് ഞാൻ പെണ്ണെട്ടിച്ചല്ലാന്ന്. അത് ആ തടയാൻ ചെക്കനൊക്കെ ഉണ്ട് പുറത്ത് കയറി നിൽക്കാണ്ട് കുറച്ച് ചൂട്ടിയിട്ട് അന്ന് ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല. നീ വേദന മാറണമെങ്കിൽ അത്ര ദിവസം പിടിച്ചുണ്ടാകാൻ പഠിച്ചോനെ. അന്ന് നിങ്ങളെ ഒക്കെ കൂടി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഓൻ എൻ്റെ കുട്ടിനെ കെട്ടിച്ചു കൊടുത്തത്. എൻ്റെ കുട്ടി വന്നിട്ട് എത്ര ദിവസമായി അതേ പേരേക്ക് ഓൻ ചവിട്ടിയിട്ടും കുത്തിയിട്ടും വേറ്റം കാട്ടിയിട്ട് ഒരു മാസത്തോളായി. ഇതുവരെ ഒരു വിവരമില്ല, ഒന്നും അന്വേഷിച്ചിട്ടും കൂടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്താ തീരുമാനിച്ചെടുത്തത് പെട്ടെന്ന്? മമ്മൂട്ടി ഇജ്ജ് അവിടെ ഇരിക്കേ ഓണ്ട് ബെസ്റ്റേ എനിക്ക് നല്ലൊരു തീരുമാനം ഞാൻ എടുത്തുതരാം. ആചാരെ ഇരുന്നിട്ട് ഇരിപ്പ് പൊട്ടണില്ല, മോൻ പേരുന്നിച്ച് തോന്നുന്നില്ല. മാംടേക്ക സമാധാനമായിട്ട് ഇവിടെ വന്നിരിക്കും. ഞാൻ ഇന്നലെ ഓനെ കണ്ടിട്ടുണ്ട്. ഓനോട് മര്യാദക്ക് ഞാനും ആചാരും പറഞ്ഞിട്ടുണ്ട്. വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വരുത്താനും അറിയാം, പണിയെടുക്കാനും ഞങ്ങൾക്കറിയാം. ഇത് നിങ്ങളെ മരുവാനായതുകൊണ്ട് മാത്രം വിട്ടതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ലഹരി കേസിൽ എമ്മ ഓനെ കൂട്ടിക്കയറ്റിട്ടുണ്ടാവും. നിങ്ങളെ മുഖം കാണിച്ചിട്ട് മുണ്ടാതെ നടക്കാണ്. ആ ചെക്കന്റെ ബാപ്പ നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് എന്റെ മോളാണ് കെട്ടിച്ചണ കാര്യത്തിൽ ഞാൻ ഇടപെട്ടതും കൂടി. ഈ സർക്കാർ വന്നേ ലഹരി നല്ല പുറത്ത പോലീസുകാര് പക്ഷെ താമിന്റെ അടുത്ത് പിടിക്കൂല കേട്ടോ. അതിനൊരു പോലീസും മാതൃകല്ല. സാമ്യ അനക്കൊരു കാര്യം പറഞ്ഞിട്ടേ, ഞമ്മക്ക് ഈ ലഹരിയൊക്കെ നമ്മക്ക് വിൽക്കാം. പക്ഷെ ഞാൻ അതിലും വലിയൊരു ടെൻഷനിലല്ലേ. ആ ആചാരും എന്റെ അമ്മോസനും ഉണ്ടല്ലോ അവിടെ കാത്തിരിക്കുക. എടാ എനിക്ക് കേക്കണ സാമ്യ, ഞാൻ നല്ല അധ്വാനിച്ചുണ്ടാക്കി എന്റെ പേരും പറമ്പും എന്റെ പെണ്ണുങ്ങളെ പേരിൽ എഴുതി കൊടുക്കണമല്ലോ. അതിനാണല്ലോ പേ അമ്മറാജിന്റെ അടുക്ക് ഇന്നെ മധ്യസ്ഥ കുളിക്കണ്ട്. എന്താ എന്റെ അഭിപ്രായം സാമ്യ? ഒരിക്കലും കൊടുക്കരുത്. നമ്മളെ പെണ്ണുങ്ങളൊക്കെ ഉണ്ടല്ലോ വരച്ച വരൽ നിർത്തണം. ആരാണക്ക് ഇത്ര പേടി? എനിക്ക് ആ ഉമ്മറാജിനെ പേടി. അയാളൊരു കോരന സ്വഭാവ. ഇജ്ജ ഒരു ഉമ്മറിനെയും പേടിക്കണ്ട. താമന്റെ പോലെ ഞാനൊന്ന് മോത്ത് നോക്കിയാലും തുണിയിൽ മൂത്രയിക്കും. ഇജ്ജ് പേടിക്കണ്ടടാ. ഇജ്ജന്നെടാ എന്റെ ചങ്ക്. ഇജ്ജ് ഉണ്ടായതുകൊണ്ട് എനിക്ക് ധൈര്യം ഉണ്ടടാ ഉമ്മറാജിന്റെ അവിടെ പോവാന്. ആചാരാക്കാ എന്നിട്ട് പോരേടാ. ആചാരം ഞങ്ങൾ ഇവിടെ നിന്നോളാം. എന്താ സർഫുദ്ദീനെ വെച്ച് കണ്ടിട്ടുണ്ടത്? ആ പെണ്ണിനെ വെച്ച് അവിടെ കൊണ്ടാക്കിയിട്ട് കുറെ അയക്കണില്ലേ? അത് കൂട്ടിക്കൊണ്ടുപോകണ പരിപാടി ഒന്നുമില്ല എനിക്ക്. ആചാരാക്ക ഓള് ഞാൻ ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഓള് അമ്മരക്കല്ലുമെന്നൊന്ന് വീണിട്ട് നെറ്റ് ചെറുതായിട്ടൊന്ന് പൊട്ടി. അപ്പൊ ഞാൻ അവിടെ കൊണ്ടാക്കിയതാണ്. പൊന്നാരാജിരാക്ക ഓനെ ബാഡി എടുത്ത് അടിച്ചത് എന്റെ കുട്ടി നെറ്റിക്ക് 5-6 തുന്നുണ്ടായിരുന്നു. ഞാനല്ലേ കൊണ്ടുപോയി തുന്നിച്ചത്. എടാ കുതിരെ പച്ച പൊള്ളു പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്ന അടിച്ചുകൊണ്ട് പൊളിക്കും ഞാന്. നിങ്ങൾ രണ്ടാളും വന്നിട്ട് നാലോൽമല ഞങ്ങൾ നിൽക്കേണ്ടത്. നിങ്ങൾക്ക് ശരിക്കും നിൽക്കാൻ കഴിയണില്ല. എനിക്ക് അറിയാറ്റില്ല ഇത് എന്താ പണിയെടുക്കേണ്ടെന്നുള്ളത്. മര്യാദക്ക് നടന്നുകൊണ്ട് ഇവിടെ പറഞ്ഞ തീരുമാനങ്ങൾക്ക് അനുസൃതമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ പൂട്ടിക്കെട്ടാൻ ഞങ്ങൾക്ക് അറിയും. നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. മമ്മൂട്ടിയെ ഇവന്റെ കാര്യത്തിൽ നമ്മക്ക് എന്താ തീരുമാനം എടുക്കേണ്ടത്? ആചാര്യ ഞാൻ അങ്ങോട്ട് പറഞ്ഞില്ലേ, ഓളെ പണ്ടം വിറ്റിക്കാനാണ് ആ പേരുണ്ടാക്കിയേണ്ടത്. അതുകൊണ്ട് ആ പേരും തരും കൂടി ഓളെ പേരിൽ എഴുതി കൊടുക്കണം. പക്ഷെ ഒരു കാര്യം കൂടി ഉണ്ട്, എന്റെ കുട്ടീനെ കൊണ്ടായാലേ ബേറ്റം കാട്ടാൻ നോക്കാനുകൂടി അവന് കഴിയണം. അത് പറ്റുവെച്ച് മാത്രമേ വർത്താനം പറഞ്ഞാൽ മതി. നല്ലടാ ആ പേരും സേലും ഓളെ പേര് കണ്ട് എഴുതി കൊടുക്ക. ആചാരാക്ക അതൊന്നും പറ്റൂല കേട്ടോ. പറ്റൂലെങ്കിലേ മൂപ്പര് തന്നെ 1,00,000 ഉറുപ്പ്യം 50 പവനും സ്വർണ്ണം ഉണ്ട്. അതുകൊണ്ട് കൊടുന്നു കൊടുക്ക്. ഇങ്ങളിന്റെ നെട്ടിക്കൊന്നും വേണ്ട. ഷറഫുദ്ദീൻ ഒരു തീരുമാനമുണ്ട്. ഇന്റെ പേരിലുള്ള പേരും പറമ്പും ഞാൻ വേറൊരാളെ പേരിൽ എഴുതി കൊടുക്കൊന്നുമില്ല. അനക്ക് അങ്ങനെ എഴുതി കൊടുക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ അന്ന് തന്ന 50 പവനും 1,00,000 ഉറുപ്പ്യം ഇങ്ങോട്ട് കൊടുന്നു കൊടുക്കേ. അത് എന്നാച്ച് ഇങ്ങോട്ട് പറ. അതൊന്നും നടക്കൂല ആചാര്യ. ഓൻ്റെ അടുത്ത് കാഴ്ചയ്ക്ക് കഴിയാൻ നടക്കുകയാണ് ഓന്. ഞാനൊരു അഭിപ്രായം പറയാം, അത് രണ്ടാളും കൂടി പേരിലാക്കിയാലേ നന്നായിരുന്നു. അത് നിങ്ങൾ ചെയ്ത് തന്നാ മതി. എന്നാടാ എന്റെ അമ്മോസം പറഞ്ഞ മാതിരി ആ തീരുമാനം എനിക്ക് എടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിലേ എനിക്കൊന്ന് ആലോചിച്ചിട്ട് വേണം. എത്താ എനിക്ക് ആലോചിച്ചാന്? ഇത് മറ്റന്നാൾ ആധാരമായിട്ടുണ്ട്. വാ, ബാക്കി പണി ഞാൻ ചെയ്തോളാം. ഞാൻ ആധാരമായിട്ടൊന്നും വരൂല. എത്തകച്ച് പറയണ്ടേ? മറ്റന്നാളെങ്ങാനും ആധാരമായിട്ട് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ ഇമ്രാജിന്റെ പള്ളിക്കാട്ടിൽ ഒരു കബറ് കുഴിച്ചിട്ടിട്ട് ആ കബറ് അനക്കാണ്ടാക്കും.
മാനുവോ അളി എവിടെടി? അതവിടെ മൊബൈലുമ കളിച്ച് കിടക്കണ്ടേ. കാക്ക കുടിയിൽ തന്നെയല്ലേ വരുന്നത്? ആടി ഞാൻ കുടിയിൽ തന്നെ വരുന്നത്. എന്തൊക്കെ എന്റെ വർത്താനം? പിന്നെ നമ്മളവിടെ 4 ദിവസം മുമ്പ് മഴ ചെയ്തിട്ടേ കിണറ്റിലൊക്കെ നല്ല വെള്ളം അയക്കണം. എന്റെ പെട്ട് കോട്ടേഴ്സിലെ വെള്ളത്തെ കാര്യം എന്താ? വെള്ളം അയക്കണേല് ആ കാക്ക ഇവിടെ 4 ദിവസം മുന്നേ ഒന്നും മഴയൊന്നും പെയ്തിട്ടില്ല. ആ കിണറ്റിൽ ഇങ്ങനെ കുറേശ്ശെ വെള്ളം ആയി വരുന്നുണ്ട്. പിന്നെ ആ തൽക്കല റൂമിയരുണ്ടല്ലോ, ഓല അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ അങ്ങനെയാണ് പോകുന്നുണ്ട്. എടി ഞാൻ ഇപ്പൊ വന്നതേ നമ്മള് വയനാട്ടിലെ അബുമുത്താപ്പാന്റെ കരിയിലെ കല്യാണത്തിന് പോണ്ടേ. നമുക്ക് എത്തപ്പോ കാടുന്നു. അല്ല അതിപ്പോൾ അടുത്ത ഞായറാഴ്ചയല്ലേ. ഞാൻ എന്നാ പറ്റ മറന്നുകണത്. നോക്കി കാക്കത വന്നിക്കണ. നിങ്ങൾ ആ മൊബൈൽ എടുത്തച്ച ഒന്നും ഇങ്ങോട്ട് വന്നാണി. അസ്സലാമലൈക്കും. അലൈക്കും അസ്സലാം. എന്തൊക്കെ കളി വർത്താനം? സുഖാണ് അളിയാ. നിങ്ങൾ രണ്ടാളും അവത്ത് കയറിയിരിക്കും. ഞാൻ കുറച്ച് ചായ ഉണ്ടാക്കട്ടെ. ഈ ചായ ഒന്നും എടുക്കല്ലേ, എനിക്ക് വേറേക്ക് പോകാണ്ട്. എന്റെ ആൾ കാത്തുക്കണ്ടാണ്. അല്ല നിങ്ങൾക്ക് ചായ ഒന്നും വേണ്ടേ? നോക്കി കാക്ക എന്തിനാ വന്നതെന്ന് അറിയോ? മൂത്താപ്പടത്തെ കല്യാണം വരുന്ന ഞായറാഴ്ചയാണ്. അപ്പൊ നമുക്ക് പോണ്ടേ. നമ്മൾ ഇനിയിപ്പോ എന്താ ചെയ്യാ? ആ വയനാടത്തെ കല്യാണല്ലേ, അത് നമുക്ക് പോവാടി. അല്ലളി എങ്ങനെ ഇപ്പൊ പോവാൻ ഉദ്ദേശിക്കണ്ടേ? ഞായറാഴ്ച സുബഹിസ്കാരം കഴിഞ്ഞിട്ടേ നമുക്ക് ബസ്സിനാണ് പോവാം. തലേന്ന് പോക്കൊന്നും നടക്കൂല. ബസ്സിനൊന്നും കുത്തിച്ചാടി പോലെ നടക്കൂല. നമുക്കൊരു വലിയ വണ്ടി വിളിച്ചിട്ട് അതിലാണ്ട് പോയാ പോരെ. ആളൊട്ടുണ്ടാവോ പോരാന്? അവിടുന്ന് ഞാനോളും കുട്ടികളും, ഞങ്ങൾ 5 ആളും, നിങ്ങൾ 2 ആളും, 7 ആളുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു ഇന്നോവ വിളിച്ചാ പോരെ, അതല്ലേ സുഖം. ഇന്നോവൊക്കെ വിളിച്ചാലേ ഒരുപാട് പൈസ, വയനാട് പോയി വരണ്ടേ. പൈസ ഒക്കെ ഞാൻ കൊടുത്തോളാം. ഇതൊരു ഇന്നോവയുടെയും കിട്ടാണ്ടോ നോക്കാം. നമുക്ക് അതിലാണ്ട് പോയി പോരാ. അതന്നെ കാക്ക നല്ലത്. ഇങ്ങനെയാണെങ്കിൽ ഒരു ഇന്നോവ നോക്കാം കേട്ടോ. ആ ചെക്കനോട് കാത്തുണ്ട്. അല്ലെ ഞാൻ പോട്ടെ എന്നാല്. ഓ കാക്ക ഒരു ചായയും കൂടി കുടിച്ചാതെ പോയത്. പിന്നെ എനിക്ക് കല്യാണത്തിന് പോകുമ്പോൾ എടുക്കാൻ നല്ലൊരു ഡ്രസ്സ് വേണം കേട്ടോ. കല്യാണത്തിന് പോകാനുള്ള ചുരിദാറല്ലേ, അത് നമുക്ക് ഉണ്ടാക്കൂടെ പോയിട്ട് 1 2 എടുക്കാം കേട്ടോ. എന്ത് പറ്റി? വെള്ളം കുടിച്ച എന്താ അറിയില്ല. ഒന്ന് എനിക്ക് 2 ദിവസമായിട്ട് ഒരു ചായ വായ്പെടുക്കല് പള്ളൻ്റെ ഉള്ളൊന്നും ഛർദിച്ചാൻ വരിക. എന്തായാലും വേണം നമുക്കൊരു ലേഡി ഡോക്ടറെ പോയി കാണണം കേട്ടാ. മജീദ, എന്റെ അളിയനെ ആ 2 പള്ളയപ്പന്മാരും കൂടി തല്ലുമ്പോഴേ ഇജ്ജുണ്ടായിരുന്നില്ല അവിടെ? എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. തല്ലെന്ന് കണ്ടപ്പോഴേ ഞാൻ മണ്ടി ചെന്ന് 2 ആളെയും പിടിച്ച് മാറ്റി ചെയ്തത്. അതിൽ മായമുട്ടിയാക്കാക്കും നല്ല കിട്ടിക്കണം, അളിയനും നല്ല കിട്ടിക്കണം. അതേ ഞാൻ കണ്ടത്. എന്റെ അളിയാന് കുട്ടികളും മക്കളും ഇല്ലാച്ചിട്ടേ ചോദിച്ചാൻ ആരും ഉണ്ടാവില്ല എന്ന് പോലെ വിചാരല്ലേ. ഞാൻ എന്തായാലും കേസ് കൊടുക്കാൻ പോവുകയാണ്. കേസേ കൊടുക്കാണ് വേണ്ടത്. ആ പള്ളപ്പന്മാരുണ്ടല്ലോ, ഓലെ 4 ദിവസം സ്റ്റേഷനകത്തിട്ടിട്ടേ ഒന്ന് അവിടെ ഇട്ട് ചവിട്ടി കൂട്ടട്ടെ. അപ്പോഴേ ഓൽക്ക് അതിനെ പറ്റി അറിയുള്ളൂ. പൊന്നാന്റെ മാനാക്ക, പോലീസ് കേസൊന്നും കൊടുത്തിട്ട് കാര്യമില്ല. ഓലൊന്നും ഇപ്പൊ പയ്യന്മാർക്ക് ചവിട്ടിക്കൂട്ടൊന്നും ഉണ്ടാവില്ല. അത് നിങ്ങൾ ചെറുതും വേണ്ട. ആബിദേ, കേസ് കൊടുക്കല്ലാതെ മൂപ്പർക്ക് പോലെ പോയി തല്ലാൻ പറ്റുമോ? മാനാക്കാക്ക് എന്തായാലും തല്ലാൻ കഴിയില്ല നമുക്കറിയാം. അതിനൊക്കെ പറ്റി ചെക്കന്മാരെ അമ്മയടുത്തുണ്ട്. ഓനൊക്കെ പേട്ടി ചോദിക്കുന്ന ഐറ്റം. ഏതാടാ അതിന് പറ്റിയ ചെക്കന്മാർ എൻ്റെ അടുത്ത്? മാനുവാക്ക, നിങ്ങൾ ഓൻ പറഞ്ഞേ കെണിയിലൊന്നും കുടുങ്ങാൻ നിൽക്കണ്ട. അത് ലാസ്റ്റ് പൊല്ലാപ്പാവും. ജിമ്മുണ്ടല്ലേ, ഓൻ പറയേണ്ടത് ഞാനൊന്ന് കേൾക്കട്ടെ. ഓൽക്കേ ഇറച്ചിക്കൊന്ന് വേദന ആകന്നെ വേണം, എന്നിട്ട് ഓല സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയാൽ മതി. ഏതാടാ ചെക്കന്മാര്? ഞമ്മക്കൊന്ന് ഓലൊന്ന് കാണായിരുന്നു. അതിന് ചിക്ക് കുറച്ച് ഇറങ്ങും മാനാക്ക. പൈസ ഒക്കെ എത്രയും വേണ്ടേച്ചാ ഞാൻ തരാം. ഓല് കുറച്ച് ദിവസം ഒന്ന് മുക്ക് കിടക്കണം. നിങ്ങൾക്ക് ഓലെ തീർക്കാൻ വേണ്ടത്, കൈയും കാലം ഒടിച്ചാ വേണ്ടത്. അതിന് പറ്റിയ ഏത് ടൂൾസ് ഓലെടുത്തുണ്ട്. പൊന്നാര മനെ കൊല്ലൊന്നും വേണ്ട. ഓലെ ഉള്ളു നല്ലോണ്ട് കലക്കി വിട്ടാ മതി. ഏതപ്പ എന്റെ അടുത്ത് ഉള്ളു കളിക്കാൻ പറ്റിയ ചെക്കന്മാര്? അത് ആരില്ല ചെയ്താക്ക, അതാണ് നമ്മളെ മല്ലിശ്ശേരി താമി. ഓനെ കണ്ടാത്തനുണ്ടല്ലോ മുട്ടിങ്ങനെ പറക്കും കാലിന്റെ. ആ മുട്ട് വറക്കും, നാട്ടുകാരതല്ല, ഓന്റെ മുട്ട വറക്ക. ഓന് ഫുള്ള് കള്ളും കഞ്ചാവും അല്ലേ. ഓൻ വെള്ളടിച്ച് കിടക്കണ നോക്കണ്ട. ഓന്റെ പെട്ട് ടീമിനെ എനിക്കറിയോ? കുണ്ടറ രാജു, കീശേരി അച്ചു. ഓലെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അന്വേഷിച്ച് നോക്കിയോളി. ഏത് അച്ചു ആയാലും മാണ്ടില്ല, കുണ്ടനായാലും മാണ്ടില്ല, ഓർക്ക് നല്ല ഇറച്ചിക്ക് വേദന ആണ്. കേസും കൂട്ടുമാവും ചെയ്തിട്ടാ എനിക്ക് അതിന്റെ പിന്നാലെ നടക്കാനാവില്ല. കേസും കൂട്ടത്തിന്റെ കാര്യം നിങ്ങൾ ബേജാറാവണ്ട, അതൊക്കെ ഓലെ ഏറ്റോളൂ. നിങ്ങൾ വരി, നിങ്ങൾ മല്ലിശ്ശേരി താമിനെ പോയി ഒന്ന് കാണാം. വരി. അസ്സലാമലൈക്കും കുഞ്ഞിപ്പാ. അലൈക്കുസ്സലാം. എന്താ ചെയ്യാ വണ്ടിയൊന്നും ഇല്ലാതെ ഒരു നടത്തം? അതൊന്നും പറയണ്ടടാ, ഞാൻ ചോര ഒന്ന് ചെക്ക് ചെയ്തു. അപ്പൊ നോക്കുമ്പോ കൊളസ്ട്രോൾ കൂടുതലാ. അപ്പൊ ഡോക്ടർ പറഞ്ഞേക്കണു ഒന്നാണ് നടന്നാളിൽ മരുന്നൊന്നും വേണ്ട. എങ്ങനെ കൊളസ്ട്രോൾ ഉണ്ടാക്കാതിരിക്ക? ഇക്കുറി ഓതത്തിലേ നിങ്ങളും മോനും ഓരോ പോത്തേന്നു. അതെല്ലാം കൂടി ഫ്രിഡ്ജ് കൊണ്ടുവച്ചു അങ്ങനെ ഇത് തിന്നിട്ടുണ്ടാവും. അല്ലാതെ ഇവിടുന്ന് കൊളസ്ട്രോൾ ഉണ്ടാവണം. ഇറച്ചിയൊന്നും എടാ ഞാൻ അതിനകത്ത് തിന്നിട്ടൊന്നുമില്ല. ഫ്രിഡ്ജില് സാധനമൊക്കെ ഉണ്ട്. ഞാനൊരു 2 തിന്നുള്ളൂ. അതുകൊണ്ടൊന്നും അല്ലപ്പത് മണ്ണക്കെട്ട്. ഏതായാലും നടക്കണമൊക്കെ നല്ല തന്നെയാണ്. ഏത് നേരം വണ്ടിയിലല്ലേ പോണത്. ഒന്ന് വ്യായാമമൊക്കെ നല്ലതാ. ഏതായാലും മരുന്ന് കുടിച്ചാൽ നിൽക്കണ്ട, പിന്നെ അതിന് അടിമയാവും.
ഈ നടത്തം അങ്ങനെ നടന്നോടെ. പിന്നെ ഞങ്ങളൊന്ന് കാണാന്ന് വിചാരിച്ചിരുന്നു. അതെന്തേടാ? അതിന്റെ അളയനെ ആല് വേറെ പെണ്ണെട്ടിക്കണിപ്പോ. അതിനുശേഷം എന്റെ പെങ്ങൾക്കൊരു സുഖമില്ല. അതിപ്പോ എന്താ അന്റെ പെങ്ങൾക്ക് ഇത്ര ബെജായി? ആല് ആദ്യം കെട്ടിയ പെണ്ണാണ് അന്റെ പെങ്ങള്. നമ്മൾ ആണുങ്ങൾക്ക് 3 4 കെട്ടിക്കൂടെ? അതിനെന്താ കുഴപ്പം? നല്ല പ്രായത്തിൽ 2 4 കെട്ടിയത് കുഴപ്പമില്ല. ഇപ്പൊ ഈ നീച്ചം പെയ്യാത്ത കാലത്ത് കെട്ടിക്കണം. ഓന് 3 4 മക്കളാണ് ഒന്നിനാത്രം പോകുന്നത്. ഞങ്ങളെ വഷളാക്കാൻ വേണ്ടി ചെയ്തല്ല ആ പണിയോ. അത് നിങ്ങളൊന്ന് ഇടപെട്ടിക്കാണ്ടേ ആ ബന്ധം എങ്ങനെയെങ്കിലും ഒഴിവായി തന്നെ പുതിയ കെട്ടിയ പെണ്ണിനെ. ഒരു വഷളത്തിലാണ് മനുഷ്യനത്. ആ കാര്യത്തിൽ ഞാൻ ഇടപെട്ടോളാം. ഞാൻ ആടിന്റെ കാര്യം കൂടി ഒന്ന് അറിഞ്ഞാട്ടെ. ഓനോട് ചോദിച്ചുമ്പോ പലതും ആണെക്കാരും പറയാ. ഞങ്ങളൊപ്പം നിന്നിക്കാണ്ട് അതൊന്ന് ശരിയാക്കി തരണം. ആ ഏതായാലും നമുക്ക് നോക്കാം. ഞാൻ ആലിനൊന്ന് വിളിച്ചാട്ടെ. ഇങ്ങോട്ട് ഞാൻ അല്ല വിളിച്ച. ഇങ്ങോട്ട് നിങ്ങൾ 2 കൂട്ടരും കൂടിയും എന്റെ പെരീക്കാണ്ട് വരി. ഓന്റെ മക്കളെയും കൂട്ടിക്കോളി. എന്നിട്ട് എന്റെ പെരിയിൽ വെച്ചിട്ട് നല്ലൊരു തീരുമാനം ഉണ്ടാക്കി തരാം. ഞാനിപ്പോ വർത്താനം പറഞ്ഞാലേ എന്റെ നടത്തം മുട്ടിയാവും. ഞാനത് പോട്ടെ. എന്നായിക്കോട്ടെ, നിങ്ങൾ വിളിക്കിട്ടോ. ആ ഞാനടാ സാവോമ്പടിക്ക് നബീസ് പറഞ്ഞതാണ്. ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ഈ ചെക്കൻ പീടിയും തുറന്നിട്ടില്ല. അതിന് പോകാൻ കുട്ടികളൊക്കെ സ്കൂളാക്കി കൊടുത്തതിന് ശേഷം വന്നിട്ട് തുറക്കുള്ളൂ. ഒരു ഏർപ്പാടൊക്കെ ആവുമ്പോഴേ നേരത്തെ തുറക്കണം. ഞാൻ കുറ്റിയും പറ്റൊക്കെ ബൻ്റെ അടുത്താണ്. അല്ലെങ്കിൽ എൻ്റെ അടുത്ത് തന്നെ അവിടെ ഉണ്ടല്ലോ ജമാല് കച്ചവടം ചെയ്തിരുന്നു. അവിടുന്ന് വാങ്ങിയാൽ മതി. അപ്പം അതങ്ങനെ തന്നെ പോരേണ്ടത്. ഇങ്ങനെ അയക്കാണ്ട് ഈ ചെക്കൻ്റെ കച്ചവടം ഇപ്പം നാശമായിക്കണു. അവിടെ ഇപ്പം നല്ല കച്ചവടമാണ്. അത് നിങ്ങൾ പറഞ്ഞത് സ്ഥിരം ജമാലാണ് നല്ല കച്ചവടമാണ്. ഈ ചെക്കൻ്റെ കച്ചവടം ചെക്കനായിട്ട് നാശാക്കിയതാണ്. അപ്പം ആ കുട്ടീനെ മറ്റേ സ്കൂളുണ്ടല്ലോ ഒരു ദൂരെ കൊണ്ട് ചേർത്തിക്കേണ്ടത്. അത് നല്ല കായ്ക്ക് മുടക്കമുണ്ട്. അപ്പം ആ കാരണത്താൽ കച്ചവടം തുമ്പില്ലാതെ ഏരിയാണ്. അല്ല കുട്ടിയെ, ഞാൻ അന്നാ കൊടുത്ത ഏലക്കായ എങ്ങനെയുണ്ട്? പറയണ്ട, എന്ത് നല്ല സാധനം എന്നറിയാം. മറ്റ് 4 ഉപയോഗിച്ചതിനടുത്തേക്കേ ഇത് ഒരൊറ്റ മണി മതി. കട്ടൻ ചായയിലെ കുത്തിയിട്ടാലേ അതിൻ്റെ ഒരു ചൂരും ചോയും വല്ലാത്ത ഏത് മുകൾ. അത് നല്ല ഐറ്റം സാധനം നോക്കിക്കാണ്ടേ കൊടുന്നതാണ്. ഓൽക്കേ അതിൻ്റെ വകുപ്പുകളൊക്കെ അറിയും. നമ്മളവിടെ ഉള്ളവർക്കൊന്നും അതൊന്നും അറിയില്ല. അല്ല, ഞാൻ ചോദിച്ചതെന്ന് ആ കൗത്തിൻ്റെ ആ വേദനയൊക്കെ മാറിയില്ലായിരുന്നു. കജ്ജിനും കാലിനൊക്കെ ഉണ്ടായിരുന്നില്ലല്ലേ? നല്ല ഇത് ഒരു ചെയ്തിട്ടുണ്ട്. 10-15 ദിവസം ആ വേദന മാറിയില്ല. പിന്നെ നബീസ് ചൂടെള്ളം പിടിച്ചിക്കാണ്ടൊക്കെ ഒന്ന് ഉഴിഞ്ഞു വരും. ആ ചെക്കന്മാരെ വല്ലാത്തൊരു കുത്താണ് കുത്തിയത്. മുറി ആയിട്ടില്ല എന്നുള്ളൂ. ഉള്ളിക്ക് നല്ല ചതവ് പറ്റിക്കണം. കൊളക്ക അന്ന് ഇച്ചും കിട്ടിയാലോ. പിന്നെ എൻ്റെ മറിയാമോയി തൈലം തേച്ചിട്ടും ഉഴിഞ്ഞു തന്നിട്ടും ചുരുവെള്ളം കാച്ചി തന്നിട്ടും അങ്ങനെ ഒരാഴ്ച ഞാൻ ട്യൂപ്പായിക്കണം. പിന്നെ അന്ന് നിങ്ങൾ കേസ് കൊടുക്കാത്ത വലിയ പോയത്തായിപ്പോയി. കേസ് കൊടുക്കേണ്ടിയിരുന്നു. നിങ്ങൾ അളിയാൻ വന്ന് എന്നോട് പറഞ്ഞു എൻ്റെ കേസ് കൊടുക്കാഞ്ഞു. എൻ്റെ അളിയാനേ വല്ലാത്ത ബാസിയിലാണ്. ഓൻ കുറേ എന്നോട് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കണമെന്ന് നബീസിനോട് വന്ന് പറഞ്ഞുകൊണു. പിന്നെ ഇപ്പം ആ കുട്ടികളെന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടികളെ മാറിക്കന്നല്ലേ. ഓലിപ്പോയി ആരാലും പോയി ചെയ്തു പോകും. ഓലെ ബാപ്പാനെ കൊണ്ട് ഞാൻ പെണ്ണിട്ടിച്ചതെന്നുള്ള തോന്നലാണ് ഓൽക്ക്. അല്ലാതെ ഇപ്പോൾ അതിപ്പോൾ ഇനി എൻ്റെ മക്കളായാലും എൻ്റെ മക്കളായാലും ചെജ്ജും അത് ഓലാ വിഷമം കൊണ്ട് ചെയ്തതാണ്. അതിലിച്ച് സങ്കടമൊന്നുമില്ല. ഇനിയിപ്പോൾ അതിന് കേസ് കൊടുത്തിക്കാണ്ട് ആ കുട്ടികളെ ഇപ്പം ഇനി ജയിലിലൊന്നും കയറ്റാനാവില്ല. വരൂലേ? ആ ഞാൻ ഇവിടെ സഭയിൽ പറഞ്ഞു കേട്ടോ. അജര അമ്മോകാക്ക് വരൂല. ഓൻ വരൂലല്ലേ? എന്നാ ഞമ്മക്കണ്ട് തുടങ്ങാം. എന്താ അലിയെ പറ്റി കണ്ടിട്ടുണ്ട്? എന്താ ആചാര്യ ഞാൻ ഇതിൽ പറയാനുള്ളത്? നാട്ടിൽ ആദ്യമായിട്ടൊന്നല്ലല്ലോ 2 പെണ്ണിട്ടല്. പിന്നെ എന്റെ മക്കൾക്കൊക്കെ ഒരു ബേജാറുണ്ടാവും. മുതലേറ്റ പോവാന്ന്. ഓൽക്കുള്ള മുതൽ അവിടെ ഉണ്ടാവും. ആലിയക്ക, നിങ്ങളെ മക്കൾക്ക് മുതലല്ല പ്രശ്നം. അതിനൊക്കെ ഓൽക്ക് പരിഹാരമുണ്ട്. നിങ്ങൾ 2ാമത്തെ കെട്ട് കെട്ടിയത് വലിയൊരു മാനക്കേട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങളെ പെണ്ണുങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും നിങ്ങളെ കുടുംബത്തിനും. അതിന് നിങ്ങളൊരു പരിഹാരം കണ്ടേ പറ്റുള്ളൂ. എന്ത് മാനക്കട മെമ്പറെ, ഇതിപ്പോ ആദ്യമായിട്ട് നടക്കണ സംഭവം എന്നല്ലല്ലോ നാട്ടില്. എനിക്ക് പോലെ 2 ആളെയും ഒരേമാതിരി നോക്കാൻ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ കിട്ടിയത്. പെട്ടെന്ന് എടുത്തു ചാടി ചെയ്തതല്ല. അതിനുള്ള സമ്പത്തും എൻ്റെ അടുത്തുണ്ട്. പിന്നെ ബലുദിന ബേജാറാവും. ആചാര്യക്ക, മുതലുണ്ടായിട്ട് പെണ്ണിട്ടണം. നിങ്ങൾ എത്ര പെണ്ണിട്ടണം? ഇതൊന്നുമല്ല. ഇതാ ബീരാങ്ങാക്കാന്റെ മൂർത്താവുന്നുണ്ടായതാണ്. അതിച്ച് പറഞ്ഞപ്പോഴാണ് ഓർമ്മയത്. നിങ്ങൾ 2 ആളും കൂടി കൂടിക്കാണ്ട് എത്തിന് ആ ബീരാനെ പോയി തച്ചത്. അയാളെന്റെ കേസ് കൊടുക്കുകയാണെങ്കിൽ ഔട്ടാണ് പോയി കിടക്കേണ്ടി വരും. അതാ ആചാര്യ, ഞങ്ങൾ തച്ചിട്ടൊന്നുമില്ല. കുറെ അയാൾ അഭിനയാണ്. അത് അഭിനയമൊന്നല്ല. അഭിനയം കൂടി പോയി തച്ചക്കണു. അയാൾ എനിക്ക് വിളിച്ചിന് കണ്ടോരും ഉണ്ട്. അയാൾ അളിയാൻ കേസ് കൊടുക്കാറുണ്ട് ഒപ്പം നടന്നിരുന്നു. ഞാനാണ് ഈ കേസും കൂട്ടത്തിനൊന്നും പോണ്ട നമുക്ക് പറഞ്ഞ് ശരിയാക്കാന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇപ്പൊ പോലെ കൂട്ടു പോണ്ടി വന്നിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് മെമ്പറെ? ഇവര് തമ്മില് ഡെയിലി വിളിയും ബന്ധങ്ങളും ഉണ്ട്. എടാ, ഓല് കുട്ടിക്കാലം മുതലേ ഒരുമിച്ച് നടക്കുന്ന ആൾക്കാരല്ലേ. നിങ്ങളാ ചെയ്തത് ശരിയായില്ല. ഞമ്മക്ക് ഈ വർത്താനം കൊണ്ടൊന്നും കാര്യമില്ല. ആലിയെ എന്റെ ആദ്യത്തെ പെണ്ണുങ്ങളും എൻ്റെ അടുത്ത് വന്നിരുന്നു. പെമ്മക്കളും എൻ്റെ അടുത്ത് വന്നിരുന്നു.
ഈ ആൺകുട്ടികളും വന്നപ്പോൾ എൻ്റെ അടുത്ത് ഞമ്മക്കതേ ആ കാര്യം അത് ഒഴിവാക്കാം. വല്ല പൈസ കാര്യം വേണ്ടത് അവർക്ക് കൊടുത്തു കാട്ടി. ആലേക്ക നിങ്ങളെ രണ്ടാം പെണ്ണുങ്ങളെ കുടുംബത്തില് ആരെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നിട്ട് പറഞ്ഞേര്, നമുക്ക് അവിടെ പോയിട്ട് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാം. ഞാൻ ഓലെ കൂട്ടത്തും കുടുംബത്തും കൊണ്ടും പോകേണ്ട കാര്യമില്ല. ഞാൻ ഓളെ ഇഷ്ടപ്പെട്ട് കെട്ടിയതാണ്, ഞാൻ ഒഴിവാക്കാൻ വേണ്ടി കെട്ടിയതല്ല. എത്ര നിങ്ങൾക്ക് ഒഴിവാക്കിയാല് എന്താ വരാനുള്ളത്? ആലേ ഇജ്ജ് പിടിവാശിക്ക് നിക്കല്ല, ഇജാകാണ്ട് ഒഴിവായി കൊടുത്താളെ. എനിക്ക് ലാസ്റ്റ് ഈ മക്കളും തള്ളേ ഉണ്ടാവും. ആചാരെ അത് നിങ്ങൾ വിചാരിച്ച മാതിരി അങ്ങനാണ്ട് ഒഴിവാക്കാൻ പറ്റൂല. അതെന്താ ഒഴിവാക്കാൻ പറ്റാത്ത പ്രശ്നം? അത് ആചാരെ ഓള് ഗർഭിണിയാണ്, അതെന്നെ ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഇത് കാര്യം തീർക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പച്ച പൊള്ളു പറയാണിപ്പ. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതിനുള്ള ഗുളിക ഉണ്ടാൾ കൊടുത്ത് ഒഴിവാക്കിയാൽ മതി. അങ്ങനെ ജീവൻ കളയാൻ പറ്റൂല. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഓളാണ്ട് പ്രസവിക്കട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. പൊന്നാര മക്കളെ, 2 പെണ്ണിട്ടുണ്ടെന്നൊന്നും ബീരാങ്ക പറയില്ല. കെട്ടിക്കോളി നല്ലൽക്ക് നോക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ. ആദ്യത്തെ പെണ്ണുങ്ങൾ കുറച്ച് വെച്ചുങ്ങൾക്ക് ഒരു ചണ്ടിയാവും, പിന്നെ ഓളെങ്കിൽ കണ്ടുകൂടായി ആവും. രണ്ടാം പെണ്ണുങ്ങളേറ്റി എല്ലായിടത്തും നടത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ആവരുത്, രണ്ടും ഒരുപോലെ കൊണ്ടിറക്കണം. പിന്നെ ആദ്യത്തെ കൂട്ടത്തിൽ മക്കളുണ്ടെങ്കിൽ ഓൾക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടാവും. കാരണം ബാപ്പി വയസ്സാം കാലത്ത് വേറൊരു പെണ്ണിട്ടുമ്പോൾ ഏത് മക്കൾക്കും ഉണ്ടാവും. അതുകൊണ്ട് കഴിയുമെങ്കിൽ ഒന്നേറ്റ് പൊരുത്തപ്പെട്ട് പോയി. ബുദ്ധിമുട്ടാവും എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം രണ്ടാം കെട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. അതാണ് ഈ ബീരാങ്കാക്കങ്ങളോട് പറയാനുള്ളൂ.